ഹായ്, വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാവുന്ന നമ്മുടെ കൊഴുവ പീര വെച്ചതാണ്. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 അല്ലി കുടംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യത്തിനുള്ള ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ എല്ലാം കൂടി നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കിലോ അളവിൽ കൊഴുവ നന്നാക്കിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. കൊഴുവ കൂടി ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. നമുക്ക് പാത്രം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൊഴുവയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. നമുക്കിത് ഒരു മരത്തിൻ്റെ തവി കൊണ്ടാണ് കേട്ടോ ഇളക്കുന്നത്. നമ്മൾ വെറുതെ കുത്തി ഇളക്കി പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കാൻ പാടുള്ളൂ. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം. ഇതിനകത്തുള്ള വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് തുറന്ന് വെക്കാം. ഇപ്പോൾ നമ്മുടെ മീനിലെ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കുത്തി ഇളക്കുക ഒന്നും ചെയ്യരുത്, മീനെല്ലാം പൊടിഞ്ഞു പോവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ കൊഴുവ പീര വെച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.